ഒരു അമ്പലത്തിൽ ഉത്സവം തോന്നുന്നുണ്ട്. നോക്കിയോക്കാം പറ്റി അതിൻ്റെ മുകളിൽ കയറാം. ഓക്കെ, മൂകാംബിക, കുടജാദ്രി എല്ലാം കഴിഞ്ഞു. ഡയറക്റ്റ് ഗോയിങ് ടു മുരുടേശ്വർ. നല്ല വെയില്, രക്ഷില്ലേ. പടളക്കി കുടജാദ്രി പോയിട്ട്. എട്ട് പേര് പോകേണ്ട ജീപ്പിൽ 9 പേരെ പോയത് ഞങ്ങൾ. ഫ്രണ്ടിൽ 4 പേര് ഇരുന്നു, ഡ്രൈവറടക്കം. ഭയങ്കര ടൈറ്റായി, അത് ട്രാപ്പായി പോയി. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ലേ. ആരെങ്കിലും വരണമെങ്കിൽ ജീപ്പിൽ 8 പേരായിട്ട് പോവുക, അതിലും കൂടുതലായിട്ട് പോകരുത്. റിസ്കിൻ്റെ അല്ല, നല്ല ദൂരം ട്രാവൽ ചെയ്യാണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ഒരു 40 കിലോമീറ്റർ അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, അതൊന്ന് ശ്രദ്ധിക്കുക. ഓഫ് റോഡ് ഒരു അമേസിങ് ഓഫ് റോഡായിരുന്നു. രക്ഷില്ലേ, ഇറമാറി. പക്ഷെ സീസണല്ല, ഓഫ് സീസണാ. മഴയൊന്നുമില്ല ഞങ്ങൾ പോയപ്പോൾ. മറ്റേത് മഴയും കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വേറൊരു ഫീലാണ്. മഴയൊന്നുമില്ല, വെയില, നല്ല വെയില. 60-58 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. 1 മണിക്കൂർ ട്രാവലിംഗ് ടൈം പറയണത്. സമയത്ര 2 മണിയായി, 1:37. ആദ്യം റൂട്ടുണ്ട്, ആദ്യം പോയാക്കാം. ഒരു ഗ്രാമത്തിൽ കൂടെയുള്ള യാത്ര എങ്ങനെയുണ്ട് നോക്കണ്ടേ. വ്യത്യസ്തമായ അനുഭൂതി ഉണ്ടോ നോക്കാം. നമ്മുടെ അവിടെയൊക്കെ കടൽ സൈഡ് എത്ര നാൾ മുമ്പ് തന്നെ ഒരു അവിടെ കടലാന്നുള്ളൊരു ഫീൽ തോന്നുന്നു. ട്രാപ്പാന്നൊന്നുമില്ല. ഓക്കെ, ചെറിയ വഴി. വീടുകളൊക്കെ നോക്കിയേ, കറക്റ്റ് നോക്കിയേ. മലപ്പുറം, കോഴിക്കോട് മറ്റേ മലപ്പുറം ഏരിയ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ആൾക്കാർ ചില കാര്യങ്ങൾ മാത്രം, അത് വിരലിലുണ്ടാവുന്ന 1-2 കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നമ്മുടെ കേരളം തന്നെയാണ്. വീടിൻ്റെ ശൈലിയാണെങ്കിലും ഒക്കെ നോക്കിയൊരു വ്യത്യസ്തമായിട്ടുള്ള ആയിട്ട് എനിക്ക് തോന്നുന്നില്ലേ. ഉണ്ട്, നമ്മൾ ആ വഴിക്ക് വരേണ്ടതായിരുന്നു. കടലിൻ്റെ സൈഡ് കൂടെ അവിടെ റോഡ് കൂടി ഇറന്നുകൊടുക്കുക, കോൺക്രീറ്റ് റോഡിൽ. മുരുടേശ്വർ എൻട്രി ചെയ്താണോ? അത്യാവശ്യം നടക്കാണ്ട് കേട്ടോ. കടലിന് തൊട്ടടുത്ത് വരെ നോക്കി ചുവന്ന മണ്ണ്. മണൽ എന്ന് പറയുന്നത് കടലിൽ മാത്രമല്ലോ, ബാക്കിയുള്ള ഏരിയയിലൊന്നും ഇല്ലേ. ഇവിടെ മറ്റേ ചുവന്ന മണ്ണ. ഇത് പണി നടന്നുകൊടുക്കണം ഇപ്പോഴും. ചുറ്റും മറ്റേ സാധനം വെച്ചിട്ടുള്ള കമ്പി വെച്ചിട്ടുള്ളത്. നടന്നിട്ട് അങ്ങോട്ട് നടക്കുന്നുണ്ട്. എവിടെ പാർക്കിംഗ്? നോ പാർക്കിംഗ് എഴുതി ചേർത്താണല്ലോ പാർക്കിങ്. ഔട്ട് ഗേറ്റ്, ഇൻ ഗേറ്റ്. വണ്ടി അവിടെ വയ്ക്കടാ. ഒരു കാറ് പോലെ കേൾപ്പുണ്ട്. വെറുതെ അല്ലേ.
എൻ്റെ പള്ളി എന്തുമില്ല വരെ അങ്ങനെ മുരുടേശ്വരം നമ്മൾ യാത്ര തിരിച്ചു. കണ്ണൂരാ, അവിടെ സ്റ്റേ അടിക്കണം. എക്സിറ്റ് അധ്യയനാന്ന് തോന്നുന്നുണ്ട്. ഇതിന് എക്സിറ്റ് അധ്യയനം. ശിവൻ്റെ ഇത് കാണില്ല. നമ്മൾ ഈ വഴിക്കാണ് വന്നത്. ഈ വഴിക്ക് പോവാം. നമ്മളെ കാണിക്കാൻ ആളുകൾ വഴി അറിയാൻ പറ്റുമ്പി. ഓ റിയലി അമേസിങ്. അവിടെ വണ്ടി കയറ്റി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇറ്റ്സ് ഗുഡ്, റിയലി ഗുഡ്. ഞാൻ പറ നിന്നെ ഞാൻ ചെയ്യില്ലേ. അടിപൊളി, എന്താ വൈബ്. ഏതാ മൂഡ്. എന്നിട്ട് അമ്പലത്തിൽ ഉത്സവം തോന്നുന്നുണ്ട്. നോക്കിയാ പറ്റി അതിന് മുകളിൽ കയറാം. എൻ്റർടൈൻമെൻറ്റ് വേറെ സ്ഥലത്ത് വന്നിട്ട് കയറുന്നതിൻ്റെ ഒരു ഫീല് വേറെ. നോക്കിയാ ആട്ടവണ്ടികൾ കുന്നുണ്ട്. ബസ്സാണത്. അമ്പലത്തിൽ ഉത്സവം തന്നെയാണ്. ഈ തലച്ചക്രം എന്താ തിരിയാത്തത്? ഇത് തിരിഞ്ഞെന്നുണ്ടെങ്കിൽ ഇതിൽ കയറാൻ വെച്ചിട്ടായിരുന്നു ഞാൻ. അത് മാത്രമേ എടുത്തുള്ളൂ. ആദ്യം അമ്പലങ്ങളിട്ട് വരാം. കുണ്ടപ്പുര എന്നിട്ടൊരു സ്ഥലത്തിൻ്റെ പേരാന്ന് തോന്നുന്നുണ്ട്. അതെന്ന് തോന്നുന്നുണ്ട് സ്ഥലത്തിൻ്റെ പേര്. കുണ്ടപ്പുരേ കുണ്ടമ്പൂരാണാവോ? നമ്മളാ എന്തൊരു വ്യത്യാസമാണ്. എല്ലാം സെയിം. ഏതാ മൂഡ്. എവിടേക്ക് പോണ്ട്? ഏത് ഭാഗത്തമ്പലം എന്നറിയില്ല. ഇവിടെ നിന്നിട്ട് ആർച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ശ്രീനിവാസ സ്റ്റോറാ. കാറുകാരങ്ങളാ. ഞാൻ എൻ്റെ എത്തിക്കാവും. ബുദ്ധി മുതലെത്താൻ വരാനുള്ളതൊക്കെ ഒക്കെ അവിടെ നിന്ന് കിട്ടാനുള്ള വരുന്നേ. അവിടെ നിന്നൊരു കത്തിച്ചിട്ടുണ്ട്. ഓ അമ്പലം എവിടെയാന്ന് തോന്നിട്ടാ. ഇവിടെ ഉണ്ട് പറഞ്ഞ അമ്പ പുതു ഗംഭീര പരിപാടിയാണുള്ളത്. വലിയൊരു ഉത്സവം അത്.
തലചക്രം മാത്രം കറക്കണില്ലേ അവര്. അന്യായ ബ്ലോക്ക് മണ്ടനാവാൻ ചാൻസ് ഉണ്ട്. കാര്യം ചെയ്യാൻ ചാൻസ് അല്ല ആവും. അങ്ങോട്ട് പോണ്ട, പോയി കഴിഞ്ഞ് വരണ്ടാവില്ലേ. തലച്ചക്രം കറക്കും ഇവര്. വണ്ടി എവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ചു നിൽക്കായിരുന്നു, നമുക്ക് നടക്കാം. അവിടെ നിന്ന് വരാൻ പാർക്ക് ചെയ്തിട്ട് ഞാൻ വന്ന റോഡ് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നൊരു ഇനി പോണം. ആ പന്തലിൻ്റെ അവിടെ ആയിരുന്നു. ഒരു വ്യത്യസ്തമുള്ളൊരു ഓമാണ്. വീട്ടിലൊക്കെ വണ്ടി പറയുകളൊക്കെ ഉണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പോൾ വണ്ടി ഉണ്ടാവില്ലേ. ഇതിനാളും പെട്ടെന്ന് നല്ല ഭംഗിയുള്ളത് അവിടെ. അത് പുറത്ത് നടക്കണോ? കുണ്ടപുരം എന്ന് പറഞ്ഞ സ്ഥലം അത്. 7 മണി. പാട്ട് വയ്ക്കലും മാത്രമല്ല, ഇത് വിട്ട് തിരിക്കണല്ലോ. അത് ചോദിച്ചാൽ അവിടെ നിന്ന് ജിലേബി ഇട്ട് കളിക്കേ. ലൈവ് ജിലേബി മോനെ പറയില്ല. ഒരു വീടൊക്കെ ഉണ്ട്. വണ്ടി ഇവിടെ എവിടെ സമ്മതിക്കണില്ലേ. പിള്ളേർ തള്ളി നോക്കിയാൽ തരുമെന്ന് വെച്ചിട്ട് പോവാ. അവിടെ സ്ഥലം പഠിക്കാം.